ഇന്നാണെങ്കിൽ ഇക്ക കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ പിന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. പക്ഷെ സത്യം പറഞ്ഞാല് ഞങ്ങൾക്ക് രണ്ടാൾക്കും എങ്ങോട്ടെങ്കിലും പോവേ വേണം. പക്ഷെ ബീച്ച്, പാർക്ക് അങ്ങനെ ഒന്നും എവിടെയും പോവേം വേണ്ട. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ വിചാരിച്ചു എന്നാ പിന്നെ ചേട്ടൻ്റെ വീട്ടിലോട്ടൊന്ന് പോവാം. അവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വൈബായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ മൂന്നാളും കൂടെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചായക്ക് എന്തെങ്കിലും കടിയൊക്കെ വാങ്ങിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഒരു കടയിൽ കയറി കുറച്ച് പൊരിപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴി ഇപ്പോൾ കുറച്ച് മോശമാണ്. അപ്പോൾ ഇക്കൻ്റെ അടുത്ത് പറയാണ് കൊച്ചിനെ മുറുക്കെ പിടിച്ചിരുന്നോളൂ എന്ന്. അങ്ങനെ ഞാൻ കൊച്ചിനെ മുറുക്കെ പിടിച്ച് നല്ല കുലിയും 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 എന്തായാലും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ. അവൻ സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, കുലിയും 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 പോയോണ്ട്. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടാ വരുന്ന കാര്യം. വണ്ടി ഇരുന്ന് ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണേ, വീട്ടിൽ ഇരുന്ന് ചാറ്റ് ചെയ്യുന്ന പോലെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടാ. അങ്ങനെ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയി. അങ്ങനെ വന്ന പടയെ കൊച്ചിനെ എടുത്തുകൊണ്ട് മീനെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടാ, പിള്ളേര് വളർത്തുന്ന കേട്ടാ. പക്ഷെ അവനതൊന്നും മൈൻഡ് ചെയ്യാറായില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൊണ്ടുവന്ന പൊരിപ്പൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പഴംപൊരി അല്ല പഴംപൊരി, ഉഴുന്നുവട, മോദകം അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ചിട്ട് നേരെ സിറ്റൗട്ടിൽ വന്നിരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ. കൊച്ചുള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര കളിയും ചിരിയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അത് പിന്നെ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. അങ്ങനെ പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.